എന്തിനാ നിർത്തിയത്? ഇടിച്ചു തെറിപ്പിച്ചങ്ങ് പോവായിരുന്നല്ലേ? ഇടിയൊക്കെ അവസാനമല്ലേ സാർ? ഓക്കെ, അധികം ഷൈൻ ചെയ്താലുണ്ടല്ലോ. ചേട്ടാ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഇതൊക്കെ ഒരു നേരം പോക്കായിട്ട് കാണാനാണ് എനിക്കിഷ്ടം സാറേ. നിന്നെ പോലെ സർവീസിൽ കയറുന്നവന്മാര് കാണിക്കുന്ന ഈ ആദ്യത്തെ ആദർശം കാണിക്കലുണ്ടല്ലോ, അത് കാണുന്നത് എനിക്കും ഒരു നേരം പോക്കാ. കതറ് പോലെയല്ല സാറേ, കാക്കി ഇസ്തിരി ഇടാനേ ഇത്തിരി ബുദ്ധിമുട്ടാ. പ്ലീസ് പ്ലീസ്, സാർ ഒരു MLA യോടാണ് സംസാരിക്കുന്നത്. സാർ, ജയശങ്കർ സാർ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ, അതുകൊണ്ടാ. പ്ലീസ്, സ്റ്റേഷന് മുന്നിൽ വെച്ചൊരു ഇഷ്യൂ ഉണ്ടാക്കരുത് പ്ലീസ്. വാ സാർ. ആളറിയാതെയാണ് നീ ഈ കളി കളിച്ചതെങ്കിൽ ആ ഡ്രൈവർക്കെതിരായ ചാർജ് ഷീറ്റും കീറിക്കളഞ്ഞ് മര്യാദയ്ക്ക് മാപ്പ് പറഞ്ഞു. അതല്ല, ആളാവാൻ വേണ്ടി അറിഞ്ഞു വെച്ചോണ്ടാ നീ ഈ കളി കളിച്ചതെങ്കിൽ അത് തീക്കളിയാ, ഓർത്തോ. സാർ ഇപ്പൊ പറഞ്ഞ തീക്കളിയില്ലേ, അത് ഞാൻ കളിച്ചു നോക്കാൻ പോവാ. എന്താ നിന്റെ ഉദ്ദേശം? പോലീസിന്റെ ഉദ്ദേശം എന്താ സാർ? കള്ളനെ പിടിക്കുക. നിന്റെ പ്രവൃത്തിയും പറച്ചിലൊക്കെ കണ്ടാൽ എന്നോടെന്തോ ശത്രുതയുണ്ടെന്ന് തോന്നുന്നല്ലോ. ഓ, എന്തോന്ന് ശത്രുത സാറേ? ട്രെയിനിങ് ക്യാമ്പിൽ വെച്ച് എൻ്റെ ഒരു ഇൻസ്ട്രക്ടർ, വേണമെങ്കിൽ ഈ ഗുരുനാഥൻ എന്ന് പറയാം, ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഈ പൊതുജനങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് പോലീസിന്റെ ശത്രുവാ. തലയിലെ തൊപ്പി ചിലരെ അലങ്കാരമാക്കുമ്പോ വേറെ ചിലരത് അഹങ്കാരമാക്കും. രണ്ടുമല്ല, അഭിമാനമാക്കത്രേ വേണ്ടത്. ഗുരുവിന്റെ വാക്കുകൾ അനുസരിക്കാന്നുള്ളൂ അല്ലേ സാർ നല്ല ഗുരുദക്ഷിണ? ഓഹോ, നീയപ്പോ ഒരുങ്ങി തന്നെയാണ് അല്ലേ? DGPയെ പോലും എന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തിയിട്ടാ ഞാൻ കാര്യങ്ങൾ നടത്തുന്നത്. ഓ, ഇതിപ്പോ നിന്റെ അടുത്തേക്ക് വന്നത് ഒരു മുന്നറിയിപ്പ് തരാനാ. പിന്നെ പത്രവും ചാനലൊക്കെ കൂടെ ഉണ്ടെന്ന് കരുതി ഇനി ഒരടി മുമ്പോട്ട് പോയാൽ അവസാനിപ്പിക്കും ഞാൻ, തെളിവ് പോലും ബാക്കിയില്ലാതെ, ഓർത്തോ. സാറ് വിചാരിച്ച ഒരു തെളിവ് പോലും ഇല്ലാതെ എന്നെ ഇല്ലാതാക്കാൻ പറ്റും. പക്ഷെ സാറിനെ കുറിച്ചുള്ള തെളിവുകൾ നശിപ്പിക്കാൻ സാറെന്നല്ല, സാറിന്റെ തലതൊട്ടപ്പം വിചാരിച്ചാൽ പോലും സാധിക്കില്ല. അതൊക്കെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഭദ്രമായി തന്നെ ഉണ്ട്. വരട്ടെ, എടുക്കടാ. വിട്ടുകള MLA ഒക്കെ MLAയുടെ ഡൗട്ടാ. ഇതൊക്കെ ഞങ്ങൾ കാക്കിക്കാരുടെ ഒരു സൈക്കോളജിയാ. ചാർജ് എടുക്കുന്ന സ്റ്റേഷൻ അതിർത്തിയിലെ വമ്പന്മാർക്കിട്ടൊരു പണി കൊടുത്ത ഒരു തുടക്കം. അപ്പോൾ എല്ലാവരും ഒന്ന് പേടിക്കും. തെളിവ് ഭദ്രമായിട്ടുണ്ടെന്ന് പറഞ്ഞതില് എന്തോ ഒരു ദുസൂചന പോലെ. ഒക്കെ MLA ഇങ്ങനെ കണക്ട് ചെയ്ത് ആലോചിക്കുന്നുണ്ടാ. MLAയുടെ മുമ്പിൽ പറഞ്ഞു ജയിക്കാൻ അവൻ എന്തോ ഡയലോഗ് അടിച്ചു. MLA അതിന് മോഷണം പോയ ഡോക്യുമെന്റ്സുമായി ബന്ധപ്പെടുത്തി ആലോചിച്ചു, വെറുതെ. ഞാൻ പറഞ്ഞില്ലേ, ആ കള്ളൻ സേതുവിന്റെ ഗ്യാങ്ങിൽ ഇതേ മുഖച്ചായുള്ള ഒരു കള്ളൻ ഉണ്ടായിരുന്നു. പോലീസുകാർക്ക് ആകെ ഒരു സംശയമുണ്ട്. ഓ, വല്ലാതെ കുഴയും. MLA ഭയങ്കര വയലന്റാ. അതെ, കള്ളക്കടത്തും ഗുണ്ടായിസും നടത്തുന്ന ആളെ MLA അല്ല, ക്രിമിനലാ. ഒരു ക്രിമിനലിനെ പോലീസ് ഓഫീസർ പേടിക്കുന്നു. നാണമില്ലേ ഏട്ടാ? നീ എന്നെ കൊച്ചാക്കി സംസാരിക്കില്ലേ? ഇടിയ കണ്ടെയ്നറിന്റെ ഓണർഷിപ്പ് ഇമ്പോർട്ട് ലൈസൻസ് ഒന്നും MLAയുടെ പേരിലല്ല, പക്ഷെ ചാനലിൽ വരുന്ന MLAയുടെ പേരില്ലേ? ഓ, ബിനാമി ഇടപാടുകളെ കുറിച്ച് ഒരു പോലീസ് ഓഫീസർക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരണോ? ന്യൂസ് ബ്രേക്ക് ചെയ്ത് തുടങ്ങിയപ്പോ തന്നെ ചാനലുകളിലേക്ക് വിളിയും വന്നു തുടങ്ങി. പക്ഷെ എല്ലാ മീഡിയയും വിലക്കെടുക്കാൻ പറ്റില്ലെന്ന് ആശാന് മനസ്സിലായി. നോക്കി കേട്ടാ, അയാളെ കുറിച്ചുള്ള സ്റ്റോറീസ് നാളെ മുതൽ വന്നു തുടങ്ങും. ആ പരിസ്ഥിതി പ്രവർത്തകന്റെ ദുരൂഹ മരണം ഉൾപ്പെടെ. എന്ന് വെച്ചാ ഞാൻ വീണ്ടും ട്രാഫിക്കിലായെന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. ഒക്കെ അവന്റെ ജയശങ്കറിന്റെ പ്ലാനിങ്ങാ. ഓ, എന്തായാലും MLAക്ക് എന്റെ തെരുവായത്തെ മനസ്സിലായി. നീ കണ്ടില്ലേ അവൻ കമ്പി വളച്ച് പൂട്ട് തുറക്കണത്? ഒരു പക്ക കള്ളന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതാ ഞാൻ പറഞ്ഞത് അവൻ തന്നെയാന്ന്. ആയിക്കോട്ടെ, എന്തായാലും അയാളിൽ കൂടി ഏട്ടന് ക്രെഡിറ്റ് കിട്ടിയില്ലേ? ഇന്നലെ വരെ എല്ലാവരും കളിയാക്കിക്കൊണ്ടിരുന്ന ഏട്ടൻ ഒറ്റ ദിവസം കൊണ്ട് സ്റ്റാർ ആയില്ലേ? ഈ തോളത്തെ സ്റ്റാറിന് വില വന്നില്ലേ? എല്ലാറ്റിനും കാരണം അയാളാ. അയാളുടെ പെർഫോമൻസ് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ആ പറയാൻ മറന്നു, അപ്പച്ചൻ വിളിച്ചിരുന്നു അഭിനന്ദിക്കാൻ. മോൻ ഉറങ്ങിയോടി? ഇല്ല, എന്താ? അല്ല, കമന്റ് ഒന്നും കേട്ടില്ല. ആ, അപ്പച്ചനെ ഭയങ്കര മതിപ്പല്ലേ ഇപ്പൊ? ആണോ? ആ, ചായ വേണ്ട, ഒരെണ്ണടിച്ചേക്കാം. എന്റെ ജനസമ്മതിയിൽ വിളറിയെടുത്ത പ്രതിപക്ഷം പോലീസിലെ ചില ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് എനിക്കെതിരെ ഒത്തുകളിച്ചിരിക്കുകയാണ്. കണ്ടെയ്നർ ഡ്രൈവറെ കൊണ്ട് എന്റെ പേര് മനഃപൂർവ്വം പറയിച്ചതാണ്. ഇതുകൊണ്ടൊന്നും ദത്തന്റെ ജനസമ്മതി ഇല്ലാതാക്കാൻ പറ്റുമെന്ന് ആരും വ്യാമോഹിക്കണ്ട. ഞാൻ നിയമ നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങുകയാണ്. കാലക്കി സാറേ, സാറിന്റെ കുട്ടിയല്ലേ അവതാരക? ആ MLA വട്ടം കറക്കുകയാണല്ലോ സാറേ. ഞാൻ പറഞ്ഞില്ലേ, സാറിന് പറ്റിയ പാർട്ടിയാണ്. ആ പിന്നെ സാറേ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആ ക്വാർട്ടേഴ്സ് റെഡിയാണെന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു. സാറേ, 5-6 പേരുണ്ട്. ഏതോ കൊട്ടേഷൻ ടീമാണെന്നാ തോന്നുന്നേ. വിശ്വൻ, കരിങ്കല്ല് കരകൻ, ജെറ്റ് ജോണി, ഹോണ്ട ഷെരീഫ്. അയ്യോ,
ആരാ സാറേ? നീ ഇവിടെ തന്നെ നിന്നോ, ആ. ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഓ ഹലോ ഹലോ വല്യേട്ട, ഇത് ഞാനാ ജയൻ. നീയോ? എടാ നീ ഇത് എവിടെ പോയി കിടക്കേടാ? വിളിക്കുമ്പോഴൊക്കെ അവിടെ എവിടെയാണെന്നൊക്കെ പറയും. എടാ സത്യത്തിൽ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാ. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഞാൻ അങ്ങോട്ട് വരുന്ന വഴി ആ ഗാന്ധിനഗർ 2nd സ്ട്രീറ്റിലെ ജംഗ്ഷനിൽ വെച്ചിട്ട് ബ്ലേഡ് വിഷവും സംഘവും എന്നെ ആക്രമിക്കാൻ വരുന്നു വല്യേട്ട. നമ്മുടെ ഗ്യാങ്ങിനെ തകർക്കാൻ വേണ്ടിട്ടാ. വല്യേട്ടൻ എത്രയും പെട്ടെന്ന് പിള്ളേരായിട്ട് വന്ന് എന്നെ രക്ഷിക്കണം വല്യേട്ട. ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്. നീ പേടിക്കണ്ട, നമ്മുടെ പയ്യന്മാർ ഉടനെ അവിടെ എത്തും. ഓക്കെ? അടിക്കണില്ലേ? അതിരാവിലെ ഞാൻ അടിക്കാറില്ല, പിന്നെ നിർബന്ധിച്ചാൽ ഒരു 2 എണ്ണം. അതല്ല, ആ കൂട്ടത്തിൽ പോയി അടിക്കണില്ലേ എന്നാ ചോദിച്ചു. ഇതോ നോ പ്രോബ്ലം, പിള്ളേരുണ്ടല്ലോ. പോയി അടിക്കണ തന്നെ. അയ്യോ, വീട്ടിലെനിക്ക് 2 പിള്ളേരുണ്ടെന്ന് പറഞ്ഞതാ, പാക്കാച്ചി കോക്കാച്ചി പോലത്തെ, അതുകൊണ്ടാ. പുതിയ കുട്ടികൾ അങ്ങനെ പോരാ. അതെ, ശ്രുതിയുണ്ട്, പക്ഷേ താളം കുറവാ. എല്ലാം ശരിയാക്കാൻ ഞാനുണ്ടല്ലോ. അടി. അയ്യോ, അവന്മാർക്ക് ശരിക്ക് കൊടുത്തല്ലോ അല്ലേ? അവർക്ക് നമ്മൾ കൊടുത്തു, അതിൽ കൂടുതൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടി. ഒരടിയും വേസ്റ്റ് ആക്കാം. താങ്ക് യു. അടിച്ച തിരിച്ചടികളെ കഞ്ഞി പാർട്ടികളാണ്. എന്താ വല്യേട്ടാ? എടാ, എന്തിനാ ഞാൻ നിന്നെ പഠിച്ചതെന്നറിയോ? ഇത്രയും നാൾ നീ എവിടെയായിരുന്നടാ? നിന്നെ വിളിക്കുമ്പോഴൊക്കെ നീ അവിടെയാണ് ഇവിടെയാണെന്നുള്ള ഉടായിപ്പ് മറുപടി. ഞാനൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞില്ല, നിന്നെ പോലെ ഒരുത്തന്റെ കാര്യം. ഒരു SI അണ്ണനാണെന്ന് കരുതി ആശാൻ കയറി മുട്ടി കിട്ടി, ആവശ്യത്തിന് കിട്ടി. ഞാനും അവനിട്ട് കുറെ കൊടുത്തിട്ടുണ്ട്. അതെന്താ നീ പറയാത്ത? തല പെരുക്കുന്നു. അതൊക്കെ പോട്ടെ, തൃക്കര സ്റ്റേഷനിലെ പോലീസുകാരെല്ലാം ഇപ്പൊ പരമച്ചെറ്റുകളായിരിക്കുന്നു. അതെന്താ? ഒറ്റൊരെണ്ണം കൈക്കൂലി വാങ്ങുന്നില്ല. അത് തന്നെയല്ല, ആ ദത്തൻ സാറിനോട്ട് പണി കൊടുത്തുന്നേ, ആ സാറിന് കണ്ണിനെ പിടിച്ചേ. അയ്യോ, ദത്തൻ സാറിനോട് മുട്ടാൻ പോയോ? പിന്നല്ലാതെ ആ കള്ള റാസ്കൽ SI അത് ചെയ്യാൻ പാടുണ്ടോ? പാടില്ല വല്യേട്ടാ. അത് തന്നെ. ഒന്നുമല്ലെങ്കിൽ കള്ളക്കടത്തും അഴിമതിയും നമ്മളെ പോലുള്ള കള്ളന്മാരുടെ കൈക്കൂലിയൊക്കെ കൊണ്ട് ജീവിക്കുന്ന ദത്ത സാറിനെ ഒതുക്കാൻ നോക്കുകയെന്ന് വെച്ചാൽ, ഒന്നാമതേ അയാളുടെ ലാപ്ടോപ്പും മറ്റും പോയതിൽ കാലിപ്പളകിയിരിക്കുക. ഈ നഷ്ടപ്പെട്ട ലാപ്ടോപ്പിനകത്ത് എന്താണെന്ന് വല്യേട്ടന് വലിയ പിടി. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ആരും കയറി തലയിടണ്ട. ദത്തൻ സാർ ഇപ്പൊ പ്രാന്തളകിയ പോലെയാ നടക്കുന്നത്. ഒന്നും അല്ലെങ്കിൽ നമ്മുടെ സ്പോൺസർ അല്ലേ ആ സാറ്. സ്പോൺസർ ഇല്ലെങ്കിൽ ക്ലയന്റ് ഇല്ല, ചെളിക്കുണ്ടില്ലെങ്കിൽ അട്ടയില്ലെന്ന്. എന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് ഇടിച്ച് ചവിട്ടി കൂട്ടി ചമ്മന്തി പരുവത്തിലാക്കിയാലും ആ SI വിചാരിച്ചാൽ ഈ സേതുരാമനെ ഒരു ചുക്കും ചെയ്യാനാവില്ല. നോക്ക്, അടുത്ത ബുധനാഴ്ച രാത്രി സിറ്റിയിലെ 12 വീടുകളിൽ മിന്നൽ മോഷണം നടത്തണം. ദാറ്റ് ഈസ് സേതുരാമന്റെ പ്ലാൻ. സിറ്റിയിലെ 12 വീടുകളോ? അത് കൊള്ളാം. ഏതൊക്കെ വീടുകളാ വല്യേട്ടാ? ഓക്കെ, ഞാൻ പറയാം. ഏതായാലും ഈ വിവരം കേട്ടാൽ ആ SI ഒന്ന് ഞെട്ടും. ഞെട്ടും പലരും ഞെട്ടും. Okay, my boys, come on.
സാറേ ദേ ഞാൻ ഈ തൊഴിലങ്ങ് നിർത്താൻ പോവാ. കാക്കിക്കാരന്മാരെ പേടിച്ച് ഈ തൊഴിൽ ചെയ്യുന്നതിലും ഭേദം കാവി എടുത്ത് കാശിക്ക് പോകുന്നതാ. ഇന്നലെ നമ്മുടെ ഗ്യാങ്ങിലെ 22 പേരെ അവൻ പൊക്കിയത്. ലീഡറായ ഞാൻ വീട്ടിൽ ഇരുന്നാ മതിയല്ലോ, ഇല്ലായിരുന്നു ഞാൻ ആത്തായനെ. വന്നല്ലോ. വരണം CA സാറ്. എന്താ സാർ വിളിപ്പിച്ച? ആ SI എന്ത് ഭാവിച്ചാടോ? എന്റെ ആളുകളെ അവൻ ഇന്നലെ. പക്ഷേ അറസ്റ്റ് ചെയ്തവരൊക്കെ നൊട്ടോറിയസ് ക്രിമിനൽസ് ആണ് സാർ. താൻ കള്ളന്മാരുടെ കാറ്റഗറി എടുക്കണ്ട. ന്യായവും നീതി നടപ്പാക്കാൻ ഞാനുണ്ട് ഇവിടെ. അതെ, താൻ സാറ് പറയുന്ന അനുസരിച്ചാ മതി. അതിനാ ദത്തൻ സാറ് തൊപ്പിൻ തന്ന് തന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ഇല്ലെങ്കിലേ ഇവിടെ ട്രാഫിക്കിൽ തന്നെ തിരിച്ചു പോകേണ്ടി വരും. കള്ളനെ പിടിക്കുന്ന പോലീസേ. സാറേ 24 മണിക്കൂറിനകം അവനെ എന്തെങ്കിലും കാര്യത്തിൽ സസ്പെൻഡ് ചെയ്യാൻ സാർ റെക്കമെൻഡ് ചെയ്യണം. ഞാൻ അറിഞ്ഞിടത്തോളം ഡിപ്പാർട്ട്മെന്റിൽ അവന് നല്ല ഹോൾഡാണ്. അല്ല, ഈ ട്രെയിനിങ് ആജി ഹമീദും ഇവനും തമ്മിൽ എന്താ ബന്ധം? അറിയില്ല സാർ. ഈ ഹമീദ് സാർ ആരുമായിട്ട് അത്ര എടുക്കുന്ന നേച്ചർ അല്ലല്ലോ. സാറേ എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ചെയ്യണം. അവന്റെ ഇടിയെന്ന് വെച്ചാ എനിക്ക് ഓർക്കാൻ കൂടി പോയി അപ്പബോധം കിടും. സാറേ ഒറ്റ നോട്ടത്തിൽ എന്റെ ചെറിയമ്മയുടെ മോനാണെന്നേ തോന്നുന്നു. സാർ എനിക്കും ചില സംശയം അയാളുടെ പേരിൽ. നാണമില്ലടോ ഇങ്ങനെ ഓരോരോ സംശയം പറഞ്ഞുകൊണ്ടിരിക്കാൻ. നോക്ക്, ഇനി താനൊന്നും പ്ലാൻ ചെയ്യണ്ട. ഞാൻ പറഞ്ഞതുപോലെ അവന്റെ നീക്കങ്ങൾ എന്നെ അറിയിച്ചുകൊണ്ടിരിക്കുക. ബാക്കി കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചോളാം. ഒരു കോളുണ്ട് സാർ. ഞാൻ ഹലോ ഒരു മിനിറ്റ്. ശരിയാക്കാടോ. ഓ മാപ്പ് പറയാനായിരിക്കും. മാപ്പെന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോനെ. ട്രാഫിക്കിന് എന്താ ഇത്ര വലിയ കുഴപ്പം? പന്നി. അയ്യോ എന്തോ ചെയ്യുന്ന ട്രാഫിക് ഞാൻ പിടിക്കണോ? ഈ കാനഡയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? യെസ് കം ഇൻ. സർ, ഐ എം ജയശങ്കർ, തൃക്കര സ്റ്റേഷനിലെ. അറിയാം. വീരകഥകളൊക്കെ അപ്പപ്പോ തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്. താൻ വന്ന കാര്യം പറ. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടൊരു മാറ്റർ സാറുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്താ അത്? ഒരു MLA അറസ്റ്റ് ചെയ്യാനുള്ള വ്യക്തമായ തെളിവുകൾ എന്റെ കയ്യിലുണ്ട് സാർ. പക്ഷെ അതിനു വേണ്ട നിയമ നടപടികളെ കുറിച്ച് സാറിന്റെ അഡ്വൈസ് വേണം. ഏത് MLA കാര്യ താനീ പറയുന്നത്? MLA ദത്തനെ കുറിച്ചാ സർ. ദത്തനോ? താൻ തെളിച്ചു പറ. സർ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ലഭിച്ച സീഡികളും പെൻഡ്രൈവും പരിശോധിച്ചപ്പോൾ MLA ദത്തനെ സംബന്ധിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങൾ എനിക്ക് കിട്ടി സർ. ഞാൻ അതിലെ കാര്യങ്ങൾ വ്യക്തമായിട്ട് സ്റ്റഡി ചെയ്യായിരുന്നു. ഫേക്കാണോന്ന് അറിയണമല്ലോ. പക്ഷെ ഇപ്പൊ എനിക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ കിട്ടി. ദത്തന്റെ വഴിവിട്ട ബന്ധങ്ങൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ഉന്നതന്മാരുൾപ്പെടെ പല ഓഫീസേഴ്സിനെയും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്, എല്ലാത്തിനും സോളിഡ് പ്രൂഫ് കിട്ടിയിട്ടുണ്ട് സർ. താനാ എവിഡൻസ് മൊത്തം എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യും. സർ, നമുക്കിത് ഹോം സെക്രട്ടറിക്ക് മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യാം. അതിന് സാറിന്റെ ഒരു ഹെൽപ്പ്. തന്റെ കഴിവിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. തന്നെ പോലുള്ള ഉദ്യോഗസ്ഥരെയാണ് സേനയ്ക്ക് ഇപ്പോൾ ആവശ്യം. തൽക്കാലം ഈ ഡിസ്കഷൻ നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. ലീക്ക് ആയാൽ പ്രശ്നമാണ്. എപ്പോൾ എങ്ങനെ നീങ്ങണമെന്ന് ഞാൻ പറയാം. സർ, പിന്നെ എന്റെ സുപ്പീരിയർ ഓഫീസർ CA സാജൻ സാർ ഈ ദത്തിന് വളരെ വേണ്ടപ്പെട്ട ആളാ. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് തന്നെ. ഓക്കെ, ഞാൻ വേണ്ടത് ചെയ്തോളാം. ഓ സർ. ഓ, താനിങ്ങനെ മടമടാന്ന് കുടിച്ചോണ്ടിരുന്നോ? ഞാൻ അന്നേ പറഞ്ഞല്ലോ അവനെന്തോ കണ്ടുകൊണ്ടുള്ള കളിയാണെന്ന്. അപ്പൊ താൻ പറഞ്ഞത് തല തൊപ്പി കയറുന്നതിന്റെ ആവേശമാണെന്ന്. ഇനിയിപ്പോ അവന്റെ കള്ളനും പോലീസും കളി ഞാൻ അങ്ങ് തീർക്കാൻ പോവാ. നോക്ക്, എന്റെ മാത്രമല്ല തന്റെയും പലരുടെയും ലൈഫ് അവന്റെ കയ്യിൽ. ഇനി കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യും. സാർ എന്ത് വേണേലും തീരുമാനിച്ചോ. ഫോഴ്സിന്റെ സപ്പോർട്ട് ഞാൻ തന്നോളാം. ആ കിഴങ്ങൻ CAയോടൊന്ന് പറയണം അവന്റെ കള്ളത്തരങ്ങളിൽ ഇനിയും ചെന്ന് തലവെച്ച് കൊടുക്കരുതെന്ന്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. വന്ന് അവന്റെ വീട് എവിടെന്ന് പറഞ്ഞ്? കൃഷ്ണപുരം. വീട്ടിലിപ്പോ അമ്മയും അനുജത്തിയും അല്ലേ? അനിയത്തിന്റെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. ആദർശവാദികൾ കാശിലും ഭീഷണിയിലും മദ്യത്തിലും പെണ്ണിലും ഒന്നും വീടില്ല. പക്ഷെ അവൻ ആദർശം മാറ്റിവെക്കും. അവന്റെ കുടുംബത്തിന് വേദനിക്കും. നാളെ തന്നെ അവന്റെ അമ്മയും പെങ്ങളും ഇവിടെ എത്തും. ശരി സാർ. ഇത് തന്നെയാണെന്ന് തോന്നുന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കും. സിഗ്നൽ വരുമ്പോ വന്നാൽ മതി. ഇവിടൊക്കെ ലോക്ക് ചെയ്തിരിക്കുക. ഇവരിത് എവിടെ പോയതായിരിക്കും? തിരക്കാം. അല്ല, എന്തിന് എത്ര വെച്ചാ പറയാൻ പോണേ? ഈ വീടും വസ്തുവും വാങ്ങിക്കാമെന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഓ, അപ്പൊ വസ്തു വാങ്ങാൻ വന്നവരല്ലേ?
ഞാൻ തെറ്റിദ്ധരിച്ചു കേട്ടോ. കല്യാണിയെ കെട്ടാൻ പോണ ചെറുക്കന്റെ വീട്ടിൽ നിന്ന് വന്നവരായിരിക്കും. ഞങ്ങൾ വേറെ ചില കാര്യത്തിൽ വന്നതാ. ഇവിടെ ആരും ഇല്ലേ? മാധവിയെ കല്യാണിയും കൊണ്ട് ദേശക്കറങ്ങാണ്ട് പോയല്ലോ. പോയോ? എങ്ങോട്ട്? അതറിയില്ല. രാവിലെ ഇത്തിരി വില കൂട്ടി പറയാന്ന് വിചാരിച്ചു വന്നപ്പോ വീട് പൂട്ടിക്കിടക്കുന്നു. അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അവൻ അവരെയും കൂട്ടി പോയെന്ന്. അവൻ കടത്തിയതാ. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ റിയൽ എസ്റ്റേറ്റുകാരല്ലേ? ഒന്ന് പോടോ. ദേശക്കാരായിരിക്കും. ഇവിടെ ഏട്ടൻ താമസിക്കുന്ന വീടുണ്ടായിട്ട് പിന്നെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അത് പിന്നെ അത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ വന്നേ. പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഈശ്വര, നീ പറയുന്ന കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. എന്താ ഏട്ടാ പ്രശ്നം? ഒക്കെ പിന്നെ പറയാം. തൽക്കാലം ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് അനുസരിക്കേ. പ്രസിഡന്റ് ആണെന്നൊന്നും ഞാൻ നോക്കൂല, തീർത്തോളയും. സർ. സല്യൂട്ട് കാണിക്കുന്ന ഈ ഊർജം തന്റെ പൊസിഷനിൽ കാണിക്കടോ. സർ. ആ പ്രസിഡന്റ് ചെല്ലേ. വാടോ. വാ. താൻ ലോക്കലിലേക്ക് വരുന്നതിന് മുമ്പ് ട്രാഫിക്കിലോ സൈബറിലോ ഒക്കെ ആയിരുന്നില്ലേ? അല്ല സാർ, അത് പിന്നെ ആ പറയുന്നത് കേൾക്കടോ. സൈബറിൽ വിളിച്ച് SI ജയശങ്കറിന്റെ ഫോണിൽ നിന്ന് പോകുന്ന കോളുകളുടെ ഡീറ്റെയിൽസ് എടുക്കണം. എല്ലാ കോൾസും ട്രാപ്പ് ചെയ്യണം. ഇതിനാണ് സാർ. അവന്റെ അമ്മയും സഹോദരിയൊക്കെ മിസ്സിംഗ് ആണ്. അവരെ എന്റെ മുമ്പിൽ എത്തിക്കണം. അങ്ങനെ ഒരു നീക്കം എന്തിനാണ് സാർ? ഓ, ഇങ്ങനെ ഒരു മണവണാഞ്ചനാണല്ലോ ഞാൻ പിടിച്ച് സി ആക്കിയത്. താൻ എങ്ങനെയാണോ പോലീസ് ടെസ്റ്റ് പാസ്സായത്? സത്യം പറഞ്ഞാൽ കോപ്പി അടിച്ചിട്ടാണ് സാർ. നോക്ക്, ഞാൻ അന്വേഷിക്കുന്ന പെൻഡ്രൈവും ലാപ്ടോപ്പും എല്ലാം അവന്റെ കയ്യിലാണ്. അത് കിട്ടാൻ എനിക്ക് അവരെ വേണം. ഈ സിറ്റിയിൽ എവിടെയുണ്ടെങ്കിലും ഞാൻ അവരെ കണ്ടുപിടിച്ച് സാറിന്റെ മുമ്പിൽ എത്തിച്ചിരിക്കും. സാർ, ഒച്ച ഉണ്ടാക്കി പേടിപ്പിക്കാതോ. സോറി സാർ. നീ എല്ലാവർക്കുള്ള ഭക്ഷണം എടുത്തു വെക്ക്. ഞാൻ അവരെ വിളിക്കാം. ശരി സാർ. അമ്മേ, കല്യാണി, ഇവരിത് എവിടെ പോയി കിടക്കുക? എന്താ സാറേ? അവരെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അവരിനി കറങ്ങാൻ പോയതായിരിക്കുമോ? എന്നോട് പറയാതെ എങ്ങും പോകാറില്ല. കല്യാണിയുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണല്ലോ. സാർ, കൂടുതൽ ഈ നമ്പറുകളിലേക്കാണ് ഇന്നലെ ജയശങ്കർ വിളിച്ചിട്ടുള്ളത്. ദത്തൻ സ്പീക്കിംഗ്. ഞാൻ SI ജയശങ്കറാ. എന്റെ അമ്മയും പെങ്ങളും താൻ എങ്ങോട്ടാ മാറ്റിയത്? ഈ ഫ്ലാറ്റിൽ കടന്നു കയറി അവരെ ഇവിടുന്ന് കടത്തിയതിനെ മിടുക്കിയാൻ സംഭവിച്ചു. പക്ഷെ അതിബുദ്ധിക്ക് അല്പ ആയുസേ ഉള്ളു ദത്ത. ആരാ സാർ? അവനാ ജയശങ്കർ. പറ, അവരെവിടെയാണെന്ന് പറ. അല്ല സാർ, ഞാനിവിടെ ഉണ്ടെന്ന് പറയണ്ട. അവരൊക്കെ സേഫായി തന്നെ ഉണ്ട്. ഇതൊരു പകരത്തിന് പകരം കളിയാ. ലാപ്ടോപ്പും പെൻഡ്രൈവും ഒക്കെ തിരികെ എത്താ. എന്നാൽ ഒരു പോറൽ പോലും നിൽക്കാതെ അവർ അടുത്ത നിമിഷം തന്നെ തിരികെ എത്തും. എന്താ സാർ പ്രശ്നം? അവൻ തന്ത്രശാലിയാ. അവൻ എന്ത് ചെയ്യാൻ പഠിക്കില്ല. ഹലോ ഹലോ സാർ, ഞാൻ ഡോക്യുമെന്റ്സ് ഒക്കെ CA സാജൻ ജോസഫ് സാറിന്റെ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട് സാർ. എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ അമ്മയും പെങ്ങളെയും. എന്താ പറഞ്ഞേ? ഒക്കെ CA സാജന്റെ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ടോ? കർത്താവാണ്, ആനയാണ്, എന്റെ അമ്മച്ചിയാണ്, എനിക്കറിയില്ല. എന്നാ പിന്നെ താൻ കേക്ക്. സാർ, മുഴുവൻ ഡോക്യുമെന്റ്സും എന്റെ കയ്യിൽ സൂക്ഷിക്കുന്നതിന്റെ ഒരു റിസ്ക് എനിക്കറിയാം. അതുകൊണ്ട് പകുതിയോളം സേഫ് ആയിട്ട് CA സാറിന്റെ വീട്ടിലിരിക്കട്ടെ എന്ന് കരുതി സാർ. പച്ച കള്ളമാണ് സാർ പറയുന്നത്. സാറാണ് സത്യം. എടോ, CA സാജന്റെ പേരിൽ തന്നെ അല്ല അയച്ചത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ സാർ. പിന്നെ ആരുടെ പേരിലാണോ? അത് വർഷയുടെ പേരിലേക്ക് അയച്ചത് സാർ. അതെ സാർ, CAയുടെ സിസ്റ്റർ വർഷ അവരുടെ പേരിലേക്ക് അയച്ചത്. ആ കുട്ടി ഒരു ചാനൽ റിപ്പോർട്ടർ അല്ലേ. ഒരു ജേർണലിസ്റ്റിന് അതിന്റെ പ്രാധാന്യം അറിയാം. ഒരു ആവേശത്തിന് ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ് സാർ. CAയുടെ വീട്ടിലുള്ളത് സാറ് കളക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്റെ പക്കലുള്ളത് ഞാനും എത്തിക്കാം സാർ. സാർ, ശരി സാർ, ആ ഒരു ഉറപ്പ് മതി സാർ. സാർ, അവർക്ക് എന്താ പറ്റിയത് സാർ? നമുക്ക് സ്റ്റേഷനിലോട്ടൊന്ന് വിളിച്ചു പറഞ്ഞാലോ? വേണ്ട, ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കേസാ. ഒക്കെ അവന്റെ അടവാ സാറേ. എന്നെ സാറിനെ തമ്മിൽ തെറ്റിക്കാൻ. ഞാൻ ഇപ്പൊ വർഷം വിളിക്കാം. സ്പീക്കർ ഫോണിലിടാം. സാറ് കേട്ടോ. MDക്ക് നല്ല അഭിപ്രായ. ഹലോ ഏട്ടാ. എടി, ഒരു അത്യാവശ്യ കാര്യം അറിയാനാ വിളിച്ചത്. എന്താ ഏട്ടാ? ഈ കഴിഞ്ഞ ദിവസം നിനക്ക് വല്ല കൊറിയർ വന്നിരുന്നോ? വന്നിരുന്നു. എന്താ
3-4 ദിവസം മുമ്പ് ഞാനത് ഒപ്പിട്ട് വാങ്ങി അലമാരയിൽ വെക്കുകയും ചെയ്തു. എന്താ ഏയ് ഒന്നുമില്ല സാർ, അത് ഞാൻ താൻ എന്താടോ ഒരുമാതിരി ട്രാഫിക് സിഗ്നൽ നിൽക്കുന്ന പോലീസുകാരെ പോലെ എന്റെ മുമ്പിൽ കിടന്ന് പൊട്ടം കളിക്കുക? തന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും താൻ അറിയുന്നില്ല അല്ലേ? ആരും പറയുന്നില്ല സാർ. നോക്ക്, ഇപ്പൊ പോണം, എത്രയും പെട്ടെന്ന് CD ഒക്കെ എനിക്ക് കിട്ടണം. അപ്പോ അവന്റെ കയ്യിലുള്ള ഡോക്യുമെന്റ്സുമായി അവനും എത്തും, അല്ലെങ്കിൽ എത്തിക്കും ഞാൻ. സാർ നിക്ക്, ഒറ്റയ്ക്ക് പോകണ്ട. ഷെരീഫ്. ശരി സാർ. പാടോ. എന്നാലും അവന്റെ അമ്മയും പെങ്ങളെയും മാറ്റിയത് ആരായിരിക്കും? സാറല്ലേ പറഞ്ഞത് അവര് സേഫ് ആണെന്ന്. എടോ, അത് അവനെ മണ്ടനാക്കാൻ പറഞ്ഞതല്ലേ? ആദ്യം ആ CD ഒക്കെ ഒന്ന് കൈ കിട്ടട്ടെ, ബാക്കി പിന്നെ ആലോചിക്കാം. എന്തായി? ടെൻഷൻ വേണ്ട, ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഒന്ന് വേഗം പോടോ. സാറാ എനിക്കായിരിക്കും. ഹലോ, ഇങ്ങോട്ടൊന്നും പറയണ്ട, പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാ മതി. അവന്റെ അനിയത്തിന്റെ കയ്യിലുണ്ട് ഡോക്യുമെന്റ്സ്. ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അവളെയും അവന്റെ ഭാര്യയും മോനെയും കൂടി ഇങ്ങോട്ട് വിടുന്നെങ്കിൽ ആ ചാനലുകാരിയെ എനിക്കൊന്ന് കാണണം. നമ്മുടെ ആളുകളുണ്ടാവും. എന്താ സാർ? ഏയ് യാത്രയൊക്കെ സുഖാണോ ചോദിച്ചാ? ആനി, ആനി, എവിടെ പോയി കിടക്ക? എന്താ ഏട്ടാ? വർഷ എവിടെ? അവൾ എത്തിയിട്ടില്ല. അവളിങ്ങ് വരട്ടെ. നീ നിനക്ക് വെച്ചിട്ടുണ്ടോ? എന്തോന്ന് പാഴ്സല്? എന്തോന്നാ ഏട്ടാ പറയുന്നേ? ക്രീമായിരിക്കും തപ്പുന്നത്. മനുഷ്യ കലിയേറിയടുത്ത് കൊണാപ്പിക്കാൻ വന്നോണ്ടല്ലോ. അവൾ എത്തിയിട്ടുണ്ട്. അതെവിടെയാണ് വെച്ചിരിക്കുന്നത്? ഏത്? ഏതാണോ നിനക്ക് കൊറിയർ വന്ന CD പെൻഡ്രൈവ് ഒക്കെ? കൊറിയറിൽ വന്നത് പെൻഡ്രൈവ് ഒന്നുമല്ല, എന്റെ കളഞ്ഞുപോയ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റാ. അല്ല ഏട്ടാ, ആരാ അവരൊക്കെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏട്ടാ? പറയാം, നിങ്ങൾ എത്തിക്ക് വെക്കോ, മുറിക്ക് പുറത്തിറങ്ങണ്ട. ഹലോ. ഹലോ അല്ല, കിലോ. ഞാൻ ആരെന്ന് എഴുതിയാടാ നീ കളിക്കുന്ന? നീ എന്നെ ട്രാപ്പിലാക്കിയല്ലേ? എന്റെ കുടുംബത്തിന്റെ ജീവൻ വെച്ചാ നീ കളിക്കുന്ന. ആരാരെ ട്രാപ്പ് ചെയ്തെന്നൊക്കെ എനിക്കറിയാം. ഞാൻ അങ്ങോട്ട് തന്നെയാ പോകുന്നത്, ആ ദത്തന്റെ അടുത്തേക്ക്. ഡോ, അമ്മയ്ക്കും പെങ്ങൾക്കും വേണ്ടിയിട്ടാണെങ്കിൽ ഡീസൽ എത്തിച്ച് അങ്ങോട്ട് പോകണമെന്നില്ല. ഞാൻ പറയുന്നിടത്തേക്ക് വാ. എവിടെ ഡോക്യുമെന്റ്സ്? എവിടെ? അത് അപ്പച്ച കലക്കി. അപ്പച്ചനിപ്പോഴെ ശരിക്കും ഒരു പോലീസായത്. നിങ്ങൾ അത് തന്നെ ഇരുന്നാൽ മതി, പോലീസ് പ്രൊട്ടക്ഷൻ ഞാൻ അറേഞ്ച് ചെയ്തോളാം. അല്ലേ? അവരെവിടെ? അവര് സേഫ് ആയിട്ട് തന്നെ ഉണ്ട്. അതിനും എനിക്കൊരു കാര്യം അറിയണം. താൻ എന്തിനാ MLA ദത്തന്റെ അടുത്ത് ആ CD ഡോക്യുമെന്റ്സ് എന്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞു വർഷയുടെ അടുത്താണ്? എന്താ തന്റെ ഉദ്ദേശം? എന്റെ കുടുംബത്തെ കൂടെ കൊടുക്കാനാണോ? അപ്പൊ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചാ നോവല്ലേ? എനിക്ക് അയാളെയായിരുന്നു സംശയം. അപ്പൊ സാറിന്റെ കൂടെ പ്രസൻസ് അവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോ എന്നാ സാറിന്റെ റോളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. താൻ എന്നെ തെറ്റിദ്ധരിച്ച അയാളെ പോലെ ഒരു പൊളിറ്റീഷ്യനെ വെറുപ്പിക്കണ്ടെന്ന് കരുതി ഞാൻ കുറച്ച് ഫേവർ ചെയ്തു എന്നുള്ള നേരാ. പക്ഷെ രണ്ടുപേരെയും ഫാമിലി എഫക്ട് ചെയ്യുന്ന രീതിയിലൊന്നും ഞാൻ കരുതിയില്ല. എന്റെ അമ്മയും പെങ്ങളും എവിടെയാണ് സാർ? അവരെ ഞാൻ ചെങ്കിരി സേതുവിന്റെ അടുത്താക്കിയിരിക്കുക. ചെങ്കിരി സേതു? അതെന്താ സാർ അവിടെ? ഇപ്പൊ ദത്തന്റെ കണ്ണിപ്പെടാത്ത ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം അതാ. എന്നിട്ട് ആ വിവരം എന്താ സാർ എന്നോട് പറയാതിരുന്നത്? അതിനെ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല. അയാൾ ഫോൺ ട്രേസ് ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് തന്നെ ഞാൻ കോൺടാക്ട് ചെയ്യായിരുന്നത്. എവിടെയാ ഡോക്യുമെന്റ്സ്? ഒക്കെ വളരെ സേഫ് ആയിട്ട് ട്രെയിനിങ് IG അമിത് സാറിന്റെ കയ്യിലുണ്ട്. മാത്രമല്ല ഞാൻ വർഷയോടെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ വന്നത്. ഇന്നത്തെ ന്യൂസ് അവരിൽ ഒരു ഹോട്ട് ന്യൂസ് ഉണ്ടാവും. MLA ദത്തന്റെ സകല കള്ളത്തരങ്ങളും അഴിമതിയും പുറത്തു കൊണ്ടുവരുന്ന ഡോക്യുമെന്റ്സ് സർക്കിൾ ഇൻസ്പെക്ടർ സാജൻ ജോസഫ് ഹോം മിനിസ്റ്റർക്ക് കൈമാറുന്നു. അത് കൊള്ളാം. നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തണ്ടേ സാർ? സാർ
ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. വാ നോക്കാം. അവരെവിടെ സർ? സേതു, വരണം വരണം, വീരശൂര പരാക്രമികളും ബുദ്ധിശാലികളുമായ പോലീസ് സ്നേഹിതരെ. പൊതുശത്രുവിനെ കൊടുക്കാൻ ചെറു ശത്രുക്കൾ അങ്ങ് ഒന്നായി അല്ലേ? നാടകം നന്നായി. കളിക്കാൻ ഇറങ്ങുന്ന ഏത് കളിയിലും ജയിച്ച് ട്രോഫി വാങ്ങിയിട്ട് ദത്തൻ കളം വിടാറുള്ളൂ. നീയൊക്കെ തലവെക്കുന്നത് അത്താഴപ്പട്ടണിക്കാരൻ്റെ തൊപ്പിയാണ്. പക്ഷേ എനിക്ക് സംരക്ഷിക്കേണ്ടത് കിരീടമാണ്, അധികാരത്തിന്റെ കിരീടം. ചുമ്മാ പേടിപ്പിക്കാതെ. നിന്റെ തലയിൽ വെക്കാൻ പോകുന്ന കിരീടം ഏതാണെന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞറിയാം. ഞാനിപ്പോ വന്നത് നിന്നന്വേഷിച്ചല്ല. എവിടാ അവര്? ഞങ്ങളുടെ സ്പോൺസറാ ദത്തൻ സാറ്. ദത്തൻ സാർ കുഴപ്പത്തിലായാലേ ഞങ്ങളും കുഴപ്പത്തിലാവും. ഇവനെന്ന് ഞാൻ വേണ്ട. ഇനി നിങ്ങളുടെ കയ്യിലുള്ള സിഡിയും ബാക്കി ഡോക്യുമെന്റ്സും എന്നെ ഏൽപ്പിക്കും. അല്ലെങ്കിൽ ഞാനൊന്ന് മൂളിയാ മതി, ഇവൻ കാഞ്ചി വലിക്കും. ഇതേ ഡിപ്പാർട്ട്മെന്റിലെ തുരുമ്പ് പിടിച്ച തോക്കല്ല, 10-15 എണ്ണത്തിനെ തട്ടിയിട്ടുള്ള ദത്തൻ സാറിന്റെ കൊറിയൻ റൈഫിളാ. പൊട്ടിക്കട്ടാ സാറേ. ദത്തൻ സാറ് പല കളികളും കളിച്ചിട്ടുണ്ടാവും. ഒരു തോൽവി ഏതൊരു ചാമ്പ്യനെയും കാത്തിരിക്കുന്നുണ്ടാവും സാറേ. നീ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കറുപ്പ് നിന്റെ അലക്കി തേച്ച വസ്ത്രങ്ങളിലുണ്ട്. അത് ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും മോനെ. നിയമത്തിന്റെ മുമ്പിൽ നീ കീഴടങ്ങിയില്ലെങ്കിൽ നിയമം നിന്നെ കീഴടക്കും. അതിന് നിയമം വേറെ ജനിച്ചു വരണം. ഹലോ, എന്ത്? എപ്പോ? ചാനൽ ഫ്ലാഷ് ന്യൂസ്. കഴിവേറി. ഇത്രയും വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഇമേജ് ഒറ്റ നിമിഷം കൊണ്ട് നീ കളഞ്ഞു വിളിച്ചു. ഇല്ലടാ, എന്റെ രാഷ്ട്രീയ ഭാവി തുളച്ച് നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. ജീവിക്കാൻ സമ്മതിക്കില്ല ഞാൻ. അണ്ണ വേണ്ട, അടങ്ങി. നിന്നെ ഇവരുടെ മുന്നിൽ എത്തിക്കാൻ ഞാൻ മനഃപൂർവ്വം കളിച്ച കളിയായിരുന്നു. സ്വന്തം ബന്ധുക്കൾക്ക് പോലും ഒരു കുപ്പി രക്തം കൊടുക്കാത്ത നിനക്ക് രക്തബന്ധത്തിന്റെ വില മനസ്സിലാവില്ല. അണ്ണ പൊട്ടിക്കട്ടെ? വേണ്ട, നിയമം കയ്യിലെടുക്കണ്ട. ഇതെന്റെ ഡ്യൂട്ടി.
ഇത് കാക്കിയുടെ അന്തസ്സുകാത്ത ആത്മാർത്ഥ സേവനം ചെയ്യുന്ന കേരളത്തിലെ മുഴുവൻ പോലീസുകാർക്കും വേണ്ടി. ഈ നാട്ടിലെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരന്റെ അധ്വാനത്തിന്റെ വില കൊണ്ട് ആഘോഷിച്ച് അവനെ ചതിച്ചും വഞ്ചിച്ചുള്ള നിന്റെ ഈ ഭരണം ഉണ്ടല്ലോ, അത് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തോടെ. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ഇനി എന്റെ കൊള്ളസംഘത്തിന് നിലനിൽപ്പില്ല. വളരെ വേദനയോടെ ആണെങ്കിലും ഞാൻ എന്റെ കൊച്ചു കൊള്ളസംഘത്തെ പിരിച്ചുവിടുകയാണ്. ഇനി വല്ല റിയാലിറ്റി ഷോയിലും ജഡ്ജായിട്ടിരുന്ന് കഴിവുള്ള പിള്ളേരെ കുറ്റവും പറഞ്ഞ് ജീവിക്കാം. അതാവുമ്പോ മേലനങ്ങാതെ കാശ് കിട്ടുമല്ലോ. സാർ, ഇവനെ പോലെ ഒരാൾ അറസ്റ്റ് ചെയ്യാൻ പ്രോട്ടോകോൾ ഒന്നും നോക്കണ്ടല്ലോ. സാർ ഇത് ഉത്തരവിട്ട അറസ്റ്റ് ചെയ്യും സാർ. അപ്പൊ സാർ നേരത്തെ തന്നെ അങ്ങോട്ട് എത്തിയേക്കണേ. കല്യാണ പെണ്ണിനുള്ള സമ്മാനമായിട്ട് തലേന്ന് തന്നെ ഞങ്ങൾ അങ്ങ് എത്തിക്കോളാം. അല്ല, അതുപോരാ, കുടുംബം എല്ലാരുമായിട്ട്. പേടിക്കണ്ട, അവളും വരും. ഒരു മിനിറ്റ് സാർ. അത് ഈ സത്യം പറയണം, അന്ന് ഈ ഹോട്ടലിലും ജ്വല്ലറിയിലൊക്കെ വെച്ച് അതൊക്കെ ചെയ്ത് താൻ തന്നെയല്ലേ? സാറിന് ഇപ്പോഴും എന്നെ സംശയമാണ്. സാർ, ഞാൻ മുമ്പ് കള്ളനായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ സാറിനോട് സത്യം പറയായിരുന്നു. ഇല്ല. ഇപ്പൊ ഞാൻ പോലീസ് ഓഫീസർ ആയതുകൊണ്ട് എനിക്ക് സാറിന്റെ മുഖത്ത് നോക്കി കള്ളം പറയാൻ പറ്റുമോ? ഇല്ല. ഇല്ല. കള്ളം പറയുന്ന ഒരു പോലീസ് ആയിരുന്നെങ്കിൽ എനിക്ക് സാറിന്റെ മുഖത്ത് നോക്കി എന്തും പറയായിരുന്നു. അതെ. പക്ഷെ സാറിനെ പോലത്തെ സത്യസന്ധനായ ഒരു ഓഫീസറുടെ മുഖത്ത് നോക്കി അങ്ങനെ എനിക്ക് എന്തും പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ സാറിന് മനസ്സിലായില്ലല്ലേ? മനസ്സിലായില്ല. ഇതാരുടെ പേഴ്സാണെങ്കിലും മനസ്സിലായ?